ഹായ് ഹലോ, ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോണത് ഒരു മലയാളി മങ്കയുടെ മേക്കപ്പാണ്. അപ്പോൾ ടീനേജുകാർക്കുള്ള ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടി നമ്മുടെ അടുത്ത് ഒരുങ്ങാൻ വന്നിട്ടുള്ളത്. അപ്പോൾ മേക്കപ്പ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തനൂസ് 2014 കൊണ്ട് നമ്മുടെ ഈ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാണ് മങ്കയവ റെഡി വന്നിട്ടുള്ള നമ്മുടെ മോഡൽ കേട്ടോ. ലച്ചു എന്നാണ് അവളുടെ പേര് വരുന്നത്. അപ്പോൾ വന്നപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മളെടുത്ത് പറയാനുണ്ടായിരുന്നു അവൾക്ക്. ആക്ച്വലി എനിക്ക് എൻ്റെ ഹെയർ കേളിയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു റെഫറൻസാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ 2 റെഫറൻസ് പിക്ചർ കാണിച്ചിട്ടുണ്ടായിരുന്നു. 2 ഏകദേശം ഒരു സെയിം മോഡൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, നമുക്കത് നല്ലതുപോലെ ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ലച്ചുവിൻ്റെ അമ്മയായിരുന്നു. അമ്മ ഫാഷൻ പോയിന്റിൽ ചാലക്കുടിയിൽ തന്നെ ഡിസൈനിങ് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഗ്രാമിൽ ടീൻ, മിസ്, മിസ്സിസ് അങ്ങനെ 3 സെക്ഷനായിട്ടായിരുന്നു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ പേര് വരുന്നത് ക്യൂൻ ഓഫ് ചാലക്കുടി 2026 എന്നായിരുന്നു. അപ്പോൾ അതിൽ ടീൻ സെക്ഷനിലാണ് ഇവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഞാൻ വിചാരിച്ച പോലെ എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ സെറ്റാക്കാൻ പറ്റി. അപ്പോൾ ഇതിൽ വിൻ ചെയ്തത് ടീൻ സെക്ഷനിൽ ലച്ചു ആയിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞ പോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയപ്പോൾ ലച്ചു നല്ല സന്തോഷത്തിലായിരുന്നു. അത് തന്നെ ഒരു കോമ്പറ്റീഷന് പോകുമ്പോൾ അവൾക്ക് നല്ലൊരു കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ ഡ്രസ്സിൽ കൊടുത്തിട്ടുള്ള ഈ ഹിപ്പ് ചെയിനും കാര്യങ്ങളൊക്കെ ലച്ചുവാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്കേർട്ടിൽ ഈ ഒരു ഹിപ്പ് ചെയിൻ കൂടെ വന്നപ്പോൾ നല്ലൊരു എടുപ്പുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സ്കേർട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഹെയറിൽ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിൽ മുല്ലപ്പൂവും ഒരു സൈഡിൽ ലോട്ടസും കാണുന്ന രീതിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹെയർ കേളാണെങ്കിൽ പോലും നമുക്ക് ഫ്രണ്ടിലൊന്ന് കേള് ചെയ്യേണ്ട വന്നു കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഈ ഹെയർ സ്റ്റൈല് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലച്ചുവിൻ്റെ അമ്മയാണ് കേട്ടോ അത് പറയണ്ടായിരുന്നത്. അത് പറഞ്ഞത് ശരി തന്നെയാണ്. നമുക്ക് അവളുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുക അങ്ങനെ നിൽക്കുന്നൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവൾ എങ്ങനെ വേണമെങ്കിലും നിന്നോളും. അവൾ എൻ്റെ അടുത്താണ് ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ ബിഫോർ ആയാലും ലച്ചുവിൻ്റെ ഐഡിയയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബിഫോർ ഇങ്ങനെ എടുക്കണം, ആഫ്റ്റർ ഇങ്ങനെ എടുക്കണം എന്നൊക്കെ അവളുടെ തന്നെ ഒരു ഐഡിയ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നത് രാവിലെ ഒരു 11 മണിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകിട്ട് ഒരു 7 മണി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ 7 മണിക്ക് ശേഷമാണ് വിന്നേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്തതും അനൗൺസ്മെൻറ്റ് ചെയ്തതും ഒക്കെ ആ ടൈമിലായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ടൈം ഒരുങ്ങിയിരിക്കേണ്ടാവുന്നു. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ ഈ മലയാളം മങ്കയുടെ ഈ കോമ്പറ്റീഷനിൽ ലച്ചു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾക്ക് കോൺഫിഡൻസ് മാത്രമല്ല, കുറേ ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനൊരു പ്രോഗ്രാമിൽ വിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായിരുന്നു ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നത്. പിന്നെ അത് സെക്ഷനായിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടാണ് വിൻ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഹെയറൊക്കെ ചെയ്ത് തന്ന സംവിധാനത്തിലേക്ക് എനിക്ക് താങ്ക് യു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നു, ഞാൻ ഹാപ്പിയായി. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തനൂസ് 2014 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.